എല്ലാവർക്കും നമസ്കാരം. നല്ല രസകരമായിട്ടുള്ള രണ്ട് പ്രസ്താവനകളാണ് കഴിഞ്ഞ ദിവസം CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിലൊന്ന് ശ്രീ AK ബാലൻ്റേതാണ്. നമ്മുടെ പാർട്ടിക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിൽ വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്തില്ല എങ്കിൽ, നമ്മുടെ ശക്തി തെളിയിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടും. അതോടുകൂടി നമ്മുടെ നിലവിലുള്ള ചിഹ്നമായിട്ടുള്ള അരിവാൾ ചുറ്റിക അത് നഷ്ടപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. പകരം ചിലപ്പോൾ ഈനാമ്പേച്ചിയൊക്കെ തന്നെ നമ്മുടെ ഇലക്ഷൻ ചിഹ്നമായിട്ടൊക്കെ കിട്ടും എന്ന് പറയുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഔപചാരിക ചിഹ്നമുണ്ട്, അരിവാൾ ചുറ്റിക നക്ഷത്രം അല്ലെങ്കിൽ അരിവാൾ ചങ്ങല. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം MP-മാരുണ്ടാകണം. അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ സാധ്യതയുണ്ടാകും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ പല സ്ഥലത്തും പറയാറുള്ളതാണ്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നമായിരിക്കും. ഏതാണ്ട് മര്യാദകളുടെ ചിഹ്നമൊക്കെ അവർ വീഴ്ചെടുത്തല്ലോ. ഏത് മുതൽ സൈക്കിൾ വരെയുള്ളത് നമുക്ക് തരിക ഈനാമ്പേച്ചി അല്ലെങ്കിൽ എൺപട്ടി അല്ലെങ്കിൽ തേർഡ് അല്ലെങ്കിൽ ഒക്ടോബസ്. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു വ്യത്യാസം തോന്നില്ല. അംഗീകാരം നഷ്ടപ്പെട്ട ഈ ചിഹ്നം ഉണ്ടാകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ദുര്യോഗത്തിലേക്ക് ഈ പാർട്ടിയെ നയിച്ചത് ആരാണ്, എന്തുകൊണ്ടാണ്? വളരെ വികലമായിട്ടുള്ള, കാലത്തിന് ചേരാത്ത രീതിയിലുള്ള പല നയങ്ങളുമാണ് CPM-ൻ്റെ ഭാഗത്തു നിന്ന് ദേശീയ തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലും ഉണ്ടായത്. സുദീർഘമായിട്ടുള്ള കാലം, പതിറ്റാണ്ടുകളോളം ഭരണമുണ്ടായിരുന്ന ബംഗാൾ, ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നു. കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ അവർ പിടിച്ചു നിൽക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്നാം UPA സർക്കാർ വരുന്ന സമയത്ത് അവരെ പിന്തുണച്ചുകൊണ്ട് ഏതാണ്ട് 40-ലധികം MP-മാരാണ് CPM-ൻ്റെ ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടായിരുന്നത്. CPI-യുടെ ഭാഗത്തു നിന്ന് ഏതാണ്ട് 10 MP-മാർ വേറെയും ഉണ്ടായിരുന്നു. ഇന്ന് നാമമാത്രമായ വിരലിലെണ്ണാവുന്ന സാന്നിധ്യമായിട്ട് CPM എന്നുള്ള രാഷ്ട്രീയ കക്ഷി മാറുമ്പോൾ, ഇടത് പാർട്ടികൾ മൊത്തത്തിൽ മാറുമ്പോൾ അതിൻ്റെ അപജയത്തിന് കാരണം നിങ്ങൾ തന്നെയാണ് എന്നും നിങ്ങളുടെ നയങ്ങളാണ് എന്നും ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക. അതല്ലാതെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പരമാവധി അങ്ങ് വോട്ട് ചെയ്തതുകൊണ്ട്, നാഷണൽ പാർട്ടി എന്നുള്ള ഒരു സ്റ്റാറ്റസ് കിട്ടിയതുകൊണ്ടോ ചിഹ്നം നിലനിർത്തിയതുകൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും തന്നെ നേടാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രസ്താവന നമ്മുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായിട്ടുള്ള ശ്രീ P. രാജീവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. ഇലക്ട്രൽ ബോണ്ട് ഒന്നും നൽകാതെ തന്നെ ബിസിനസ് ചെയ്യാവുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്നത് കേരളമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇലക്ട്രൽ ബോണ്ടൊന്നും വാങ്ങാതെ വ്യവസായം നടത്താൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഒരു ബോണ്ടും വേണ്ട, നേരെ ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ ആർക്കും നിയമാനുസൃതം വ്യവസായങ്ങൾ നടത്താം. എത്ര തമാശയുള്ള വാക്കുകളാണെന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായമാണ് CMRLൻ്റേത്. CMRLൻ്റെ ആൾക്കാർ തന്നെ, ആ കമ്പനിയുടെ ആൾക്കാർ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് പറഞ്ഞത്, ഇവിടെ ബിസിനസ്സൊക്കെ തന്നെ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക്, മാധ്യമങ്ങൾക്ക്, ആരാധനാലയങ്ങൾക്ക് ഒക്കെ തന്നെ പണം നൽകണം. അതല്ലാതെ ഇവിടെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ കയ്യിലൊക്കെ സൂക്ഷിച്ചിരുന്ന പേപ്പറുകളിൽ PV, KK, IK, RC, OC എന്നൊക്കെ പേരുകളൊക്കെ ഇട്ടതിന് ശേഷം അതിൽ പലർക്കും കൊടുത്തിരിക്കുന്ന പണത്തിനെ പറ്റി എഴുതി വച്ചിരുന്നത്. ഇതൊക്കെ ആരൊക്കെയാണ് എന്നും ഏതൊക്കെ രാഷ്ട്രീയക്കാരാണ് എന്നുള്ളതുമെല്ലാം ഈ കമ്പനി തന്നെ വെളിപ്പെടുത്തിയതാണ്. ഈ പാർട്ടിക്കാരിൽ പലരും അത് സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ചിലരൊക്കെ സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയാലും ഇല്ലെങ്കിലും മറ്റു മാർഗങ്ങളിൽ കൂടി ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് സാധിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള പാർട്ടികളെയൊക്കെ നയിക്കുന്നത് എന്നുള്ളത് മന്ത്രി ശ്രീ രാജീവ് ഒന്ന് ഓർത്താൽ നന്നായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.